നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളാക്കൂഴൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ കൈതാരത്ത് ജോജോയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. വനപാലകർക്ക് നേരെ കാറ് കയറ്റി അപായപ്പെടുത്താനും വെട്ടിപ്പരിക്കേൽപ്പിക്കാനും ശ്രമിച്ച കേസിൽ ആദിവാസി യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷോളയാർ സങ്കേതത്തിലെ അജയനെയാണ് മലക്കപ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. BRC കൊടുങ്ങല്ലൂരിൽ ഓട്ടിസം ബോധവൽക്കരണ ദിനം ദളം 2K25 ആഘോഷിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാളാക്കൂഴൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ 20 വയസ്സുകാരനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 6 വയസ്സുകാരൻ ഏബലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കുഴൂർ തിരുമുക്കുളം സ്വർണ്ണപ്പള്ളം മഞ്ഞളി അജീഷിന്റെ മകൻ ഏബലാണ് ഇന്നലെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ കുഴൂർ കൈതാരത്ത് ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാട്ടുകാർ രോഷാകുലരായ സാഹചര്യത്തിൽ ഇന്ന് പ്രതി ജോജോയെ പോലീസിന്റെ വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പ്രതിയെ നാട്ടുകാർ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പീഡനശ്രമം എതിർത്ത കുട്ടിയെ വീടിന് സമീപത്തെ ചെളി നിറഞ്ഞ കുളത്തിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നുവെന്നാണ് ജോജോ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത്. ചാമ്പയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു. അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ തിരുവിടെ എന്ത് ചെയ്തു? പീഡിപ്പിക്കുന്ന എന്ത് ചെയ്തു? വായ്പത്തി പിടിച്ചു. അവൻ മോച്ചാ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചപ്പോ പൊതറി. എനിക്ക് ദേഷ്യം കയറിയപ്പോ ഞാൻ പിന്നെയും തട്ടിയിട്ടു. പിന്നെയും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. എന്നിട്ട് ഞാൻ പോയി. അവനെന്താ ചെയ്തത്? അവൻ താന്നുപോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നുപോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഏബലിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ വീടിനടുത്തുള്ള കുളത്തിൽ രാത്രി 9:30 കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരച്ചിലിൽ ജോജോയും ഒപ്പമുണ്ടായിരുന്നു. എങ്കിലും നാട്ടുകാർക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താനാണ് കൊല ചെയ്തതെന്ന് സമ്മതിക്കുകയായിരുന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഏബിലിനെ ഏറെ നേരം വൈകിട്ടും കാണാതായതോടെയാണ് വീട്ടുകാർ പോലീസിൽ അറിയിച്ചത്. കളി കഴിഞ്ഞ് ഏബിൾ നേരത്തെ വീട്ടിലേക്ക് മടങ്ങി എന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. CCTVയിൽ ഏബൽ പ്രതി ജോജോയുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യം പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൈതാരത്ത് ജോജോയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ ഇന്ന് ഉച്ചയോടെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടയുകയും തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മരിച്ച ഏബൽ തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. മീഡിയ ടൈം, മാള. വനപാലകർക്ക് നേരെ കാറ് കയറ്റി അപായപ്പെടുത്താനും വെട്ടിപ്പരിക്കേൽപ്പിക്കാനും ശ്രമിച്ച കേസിൽ ആദിവാസി യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷോളയാർ സങ്കേതത്തിലെ അജയനെയാണ് മലക്കപ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വ്യാഴാഴ്ച വൈകിട്ട് ഷോളയാറിൽ വെച്ചാണ് സംഭവം. ഷോളയാർ വനം റേഞ്ച് ഓഫീസറുടെ വാഹനത്തിൽ വനപാലകർ പെട്രോളിംഗ് ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ അജയൻ മാരുതി എക്കോ കാറുമായി ജീപ്പിലിടിച്ചു. തുടർന്ന് കാറിൽ നിന്നിറങ്ങി വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇടിയുടെ ആഘാതത്തിൽ
വനം വകുപ്പിന്റെ ജീപ്പിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. യുവാവിനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ട് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ റിമാൻഡിൽ. എടവിലങ്ങ് കാര സ്വദേശിയായ ഇളയരാമ്പുരക്കൽ വീട്ടിൽ അമൽ കൃഷ്ണയെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ട് കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ബന്ധു ശരത്തിനെ കണ്ണിന് താഴെ കുത്തി പരിക്കേൽപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. കാര സ്വദേശികളും സഹോദരങ്ങളുമായ വിജയ്, അജയ്, കാര സ്വദേശി മടത്തുംപറമ്പിൽ വീട്ടിൽ സുധി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർമാരായ സാലിം, തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, ധനേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ഗോപേഷ്, നിനൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുതിരത്തിടം മായാകിരണം വിഷ്ണുമായ മഠം 1ാം പിറന്നാൾ മഹോത്സവം ആഘോഷിച്ചു. അഭിഷേകം, പഞ്ചാരി മേളം എന്നിവയ്ക്ക് ശേഷം ആദരവ് ചടങ്ങ് നടന്നു. നാടകകലകളുടെ പ്രചാരകൻ സന്ദീപ് പോത്താണി, കുതിരത്തിടം മേൽശാന്തി മണി, കിഴക്കേ കടുങ്ങല്ലൂർ തന്ത്രി ഡോക്ടർ വൈശാഖ് സമിത്രൻ, സിനി ആർട്ടിസ്റ്റ് ശങ്കർ ഇന്ദുചൂടൻ, ബിഗ് ബോസ് ഫെയിം അപ്സര രത്നാകരൻ, നിഷാന, രസ്മിൻ, ഭായ് എന്നിവരെ മഠാധിപതി മായാകിരണം സുമൻ കൃഷ്ണ ആദരിച്ചു. തുടർന്ന് പിറന്നാൾ സദ്യ, കളമ്പാട്ട് എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് CDS കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2025 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MR കൈലാസൻ അധ്യക്ഷത വഹിച്ചു. CDS തയ്യാറാക്കിയ കുടുംബശ്രീ രജത ജൂബിലി സുവനീർ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ നിർവഹിച്ചു. വികസന സ്ഥിരസമിതി അധ്യക്ഷ ഷാഹിന ജലീൽ പ്രകാശിത സുവനീർ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മി ടൈറ്റസ്, സുരഭി സുമൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ്, റഫീഖ്, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം BRC കൊടുങ്ങല്ലൂരിൽ ഓട്ടിസം ബോധവൽക്കരണ ദിനം ദളം 2K25 ആഘോഷിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. BRC BPC മോഹൻരാജ് PM അധ്യക്ഷനായി. BRC ട്രെയിനർ നീതു സുഭാഷ്, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വീടുകളിൽ നൽകാവുന്ന പരിശീലനത്തെ സംബന്ധിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ മാളവിക, സ്പീച്ച് തെറാപ്പിസ്റ്റ് ലക്ഷ്മി ഷാനു, ബിഹേവിയർ തെറാപ്പിസ്റ്റ് സൗദിയ PM എന്നിവർ ക്ലാസ് എടുത്തു. കൊടുങ്ങല്ലൂർ PBM GHSSലെ NSS കുട്ടികൾ ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കായി കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഓട്ടിസം ദിനാചരണ പരിപാടി വേറിട്ട അനുഭവമായി. പ്രധാന വാർത്തകൾ വീണ്ടും. മാളാക്കൂഴൂരിൽ ലൈംഗികാതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ കൈതാരത്ത് ജോജോയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. വനപാലകർക്ക് നേരെ കാറ് കയറ്റി അപായപ്പെടുത്താനും വെട്ടിപ്പരിക്കേൽപ്പിക്കാനും ശ്രമിച്ച കേസിൽ ആദിവാസി യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷോളയാർ സങ്കേതത്തിലെ അജയനെയാണ് മലക്കപ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. BRC കൊടുങ്ങല്ലൂരിൽ ഓട്ടിസം ബോധവൽക്കരണ ദിനം ദളം 2K25 ആഘോഷിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.